നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെണ്ടുമല്ലി കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് നമ്മൾ ചെണ്ടുമല്ലി വെച്ചപ്പോൾ അത് പാലക്കാടുള്ള കോങ്ങാമ്പാറയിലെ തോട്ടാണ്. കുറച്ചേ പ്രാവശ്യം ഇവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ചെണ്ടുമല്ലി ഓണത്തിന് ചെയ്തിട്ട് ഓണസമയത്ത് പൂവ് കിട്ടി. അത് കഴിഞ്ഞിട്ടും പൂവുണ്ടായിരുന്നു. പിന്നെ മഴ അധികം ഇല്ലാത്തത് കൊണ്ട് ചീച്ചിലൊന്നുമില്ല. ഇപ്പോൾ ഇനി പൊട്ടിക്കാതെ ഇപ്പോൾ ഒരു തവണ കൂടി ഒരു വളം കൊടുത്തു. ഞാൻ പറഞ്ഞു ഓണത്തിൻ്റെ പൂവ് പൊട്ടിക്കൽ കഴിഞ്ഞാൽ അതിൽ വലിയ പൂവെല്ലാം പൊട്ടിച്ച് ബാക്കി വരുന്ന മുട്ട അവിടെ നിർത്തും. ആവശ്യമില്ലാത്ത തലപ്പുകളൊക്കെ വെട്ടിക്കളയും. പിന്നെ ഒന്ന് മണ്ണ് കൂട്ടി 1-2 തവണ വളം ഇട്ട് കൊടുക്കും. ഒരു തവണ യൂറിയ, അതായത് നൈട്രജൻ വളങ്ങളും, ഒരു തവണ പൊട്ടാഷ്യം കൊടുക്കും. ഇപ്പോൾ അത് കൊടുത്ത് എല്ലാ വളമൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എൻഡ് ടൈമാണ്. ഇനി ഇത് ഇപ്പോൾ ഇവർ നിലനിർത്തിയില്ല, നവരാത്രിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നവരാത്രി സമയത്തേക്ക് പൂക്കൾ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിലനിർത്തുന്നു. ഇതെന്താ പറയുക, പാലക്കാടൻ കാലാവസ്ഥയിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഏരിയയ്ക്കാണ് കൂടുതൽ നവരാത്രി ആഘോഷം കൂടുതൽ നടക്കുന്ന തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങളിലേക്കാണ് ചിലവാകുള്ളൂ കേട്ടോ. മറ്റു സ്ഥലങ്ങളിൽ എത്ര ചിലവാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ പൂക്കൃഷിയൊക്കെ നോക്കാം. ഇതാണ് നമ്മളുടെ പൂക്കൃഷി ഇതിൽ കാണാനുണ്ട്. ഒരു കുട്ടി കർഷകരൊക്കെ കൂടിയായിട്ടുള്ളൊരു ചെറിയൊരു കൃഷിയാണ്. ഇതോട് കൂടി തീർന്നു. ഈ ഒരു 10 ദിവസം നവരാത്രിയുടെ ഈ 10 ദിവസത്തോടു കൂടി ഇതിൽ തീരും. അപ്പോൾ ഇതിൽ അത് പരിപാലിക്കുന്ന കുട്ടികളുടെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ ഈ പരിപാലനത്തിൽ പങ്കാളിയാവുന്ന കുട്ടികളിൽ ഒരാൾ മെറിൻ. നമുക്ക് മെറിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് മെറിൻ സെൻറ്റ് പോൾസ് സ്കൂള്, കൊഴിഞ്ഞാമ്പാറ സെൻറ്റ് പോൾസ് സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയുണ്ട് ഒരു 4-5 ആൾക്കാർ കുട്ടികളുണ്ട്. ഇവർ കുട്ടികളൊക്കെ കൂടി ഒഴിവ് സമയത്തുള്ളൊരു പരിപാലനം കഴിഞ്ഞ കൊല്ലം അവർക്ക് നന്നായി ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് സ്ഥലത്തുള്ള പൂവാണ്. ഇതിപ്പോൾ നവരാത്രി സമയത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടിയിട്ടോ, ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ഓണസമയത്ത് കഴിഞ്ഞാലും നിങ്ങൾ ഏത് സമയത്ത് പൂവുണ്ടാക്കിയാലും ഈ ഹൽദി പോലുള്ള കൂടുതൽ വരുന്നുണ്ട്. മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് മഞ്ഞ പൂവുകൾ മാത്രം അതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കല്യാണ സീസൺ അല്ല. ഇപ്പോൾ നവരാത്രി സമയത്തേക്ക് പൊട്ടിക്കാനുള്ള അത്യാവശ്യം പൂവുണ്ട്. കുറച്ച് അപ്പുറത്തെ സൈഡിലുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ കൃഷി നിന്നു. ഈ തുടർച്ചയായിട്ട് ഇവിടെ ഈ പൂക്കൃഷി ചെയ്താലും തമിഴ്നാട് മാർക്കറ്റ്, കോയമ്പത്തൂർ പൂ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല കൃഷിയാവും. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അവരുടെ വീട്ടിലേക്ക് അവരുടെ രക്ഷിതാക്കളെയുള്ള ഒരു സഹായം എന്നുള്ള, രക്ഷിതാക്കളാണ് അതിൽ കൂടുതൽ വർക്കൊക്കെ ചെയ്യുക. ഇവർ ഒഴിവ് സമയത്ത് നനയ്ക്കാനും വളടാനും പിന്നെ ഇനി പൂ പൊട്ടിക്കുന്ന സമയത്തൊക്കെ ഇവരുണ്ടാവുക. ഏതായാലും ഈ കുട്ടി കർഷകരെയൊക്കെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ നമ്മളെ കാണുക, ചാനൽ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അറിവുകൾ വേണമെങ്കിൽ, പൂക്കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല കാര്യങ്ങൾ അറിയെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാവുന്ന